ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൺസൂൺ മീഡിയയുടെ സിനിമാ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ സിനിമാ റിവ്യൂ കൂടാതെ മലയാള സിനിമാ സംബന്ധിയായ വേറെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇനിയും നമ്മൾ അങ്ങനെ പരിപാടികൾ ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സിനിമാ വർത്തമാനത്തിലേക്ക്. മങ്കിപ്പൻ എന്ന ചിത്രത്തിന് ശേഷം ഷാനിൽ മുഹമ്മദ് സ്വതന്ത്ര സംവിധായകനായി ഉണ്ണി മുകുന്ദൻ, ആസിഫ് അലി, വിനയ് ഫോർട്ട്, നെടുമുടി വേണു, ഹണി റോസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന പുതിയ ചിത്രമാണ് അവരുടെ രാവുകൾ. ഷാനിൽ തന്നെ തിരക്കഥ നിർവഹിച്ച ചിത്രത്തിൻ്റെ സംഗീതം ശങ്കർ ശർമ്മ, ഛായാഗ്രഹണം വിഷ്ണു നാരായൺ, എഡിറ്റിംഗ് പ്രജീഷ് പ്രകാശ് എന്നിവരാണ് കൈകാര്യം ചെയ്തത്. വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളുമായുള്ള 3 പേർ: ആഷിഖ്, സിദ്ധാർത്ഥ്, വിജയ്. ജീവിതം ചില പ്രതിസന്ധികളിൽ എത്തി നിൽക്കുന്ന സമയത്ത് സ്വപ്നങ്ങൾ തേടിയുള്ള യാത്രയായും ഒളിച്ചോട്ടമായും ഒക്കെ അവർ എറണാകുളത്ത് എത്തുകയാണ്. അവർ 3 പേരും നെടുമുടി വേണു ചെയ്യുന്ന സ്കോബോ എന്ന കഥാപാത്രത്തിൻ്റെ വീട്ടിൽ താമസം തുടങ്ങുന്നിടത്താണ് അവരുടെ രാവുകൾ പകലുകളിലേക്ക് നീങ്ങുന്നത്. സിനിമയിലുടനീളം തന്നെ വിനയ് ഫോർട്ടിൻ്റെ വിജയ് എന്ന കഥാപാത്രത്തിൻ്റെ നറേഷൻ ഉണ്ട്. കഥയുടെ പശ്ചാത്തലം വളരെ താല്പര്യമുളവാക്കുന്ന ഒന്ന് തന്നെയാണ്. 3 കഥാപാത്രങ്ങൾക്കും അവരുടേതായ പ്രശ്നങ്ങൾ, അവരതെങ്ങനെ തരണം ചെയ്യുന്നു, സൗഹൃദം എങ്ങനെ അതിന് പ്രേരകമാവുന്നു, യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പശ്ചാത്തലത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. 3 കഥാപാത്രങ്ങളുണ്ടെങ്കിലും അവരുടെ ആരുടെയും കഥകളെ ബന്ധിപ്പിച്ചുള്ള കഥ പറച്ചിലല്ല ഇത്. 3 പേരിലേക്കും അവരുടെ ഭൂതകാലത്തിലേക്കുമുള്ള യാത്രയാണ് ആദ്യ പകുതി. പിന്നീട് അതിനെ തരണം ചെയ്യുന്ന, അവരുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്ന രണ്ടാം പകുതി. വിനയ് ഫോർട്ടിൻ്റെയും നെടുമുടിവേണിൻ്റെയും കഥാപാത്രങ്ങൾ തന്നെയാണ് ചിത്രത്തിൻ്റെ നട്ടെല്ല്. സിനിമയിലുടനീളം ഗംഭീര പ്രകടനം തന്നെയായിരുന്നു. ഉണ്ണി മുകുന്ദൻ്റെ കഥാപാത്രം നമുക്ക് ചുറ്റുമൊക്കെ കാണുന്നതാണെങ്കിലും അത് ഫലവത്തായി സ്ക്രീനിൽ വന്നോ എന്നതിലും സംശയമുണ്ട്. ആസിഫ് അലിയുടെ പ്രകടനം ആദ്യ ഭാഗങ്ങളിൽ മോശമായി തോന്നിയെങ്കിലും പിന്നീട് മികച്ചു നിന്നിട്ടുണ്ട്. നല്ല ക്യാമറ കാഴ്ചകളായിരുന്നു. ഗാനങ്ങൾ കുറച്ചധികം ഉണ്ടെങ്കിലും ഏതേതോ സ്വപ്നങ്ങൾ എന്ന ഗാനം മികച്ചു നിന്നു. പശ്ചാത്തലം മികച്ചു നിന്നെങ്കിലും അവതരണത്തിൽ കൃത്യമായി ചെയ്യാൻ പറ്റാതെ പോയ ഒരു തിരക്കഥ ആസ്വാദനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ആസിഫ് അലിയുടെ കഥാപാത്രം നാട്ടിലെ കാഴ്ചകൾ കാണിച്ചൊക്കെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ കാലഘട്ടം കാണിക്കാൻ ഉപയോഗിച്ച കളർ ടോണുകൾ, ട്രാൻസിഷൻസ് ഇവയൊന്നും മികച്ചതായി തോന്നിയില്ല. മിക്കയിടത്തും പാളിപ്പോയ തിരക്കഥയാണെങ്കിലും മോശമല്ലാത്ത രീതിയിൽ തന്നെ ഷാനിൽ സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. നായികമാർ പ്രകടനം നന്നായെങ്കിലും കാര്യമായ റോളൊന്നും സിനിമയിൽ അവകാശപ്പെടാനില്ല. കൺഫ്യൂഷൻ, കൺഫെഷൻ, കോൺഫിഡൻസ് എന്നിങ്ങനെ കഥാപാത്രങ്ങൾ ഓരോ തരത്തിലും സമൂഹത്തിലെ യുവാക്കളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൺക്ലൂഷനിലേക്കുള്ള യാത്രയാണ് ഈ സിനിമ. ഒരു മോട്ടിവേഷണൽ രീതിയിൽ കഥ പോകുന്നുണ്ടെങ്കിലും ആസ്വാദനം അത്ര സുന്ദരമാകാത്തിടത്ത് അവരുടെ രാവുകൾ ചിലയിടത്ത് പാളിപ്പോകുന്നുണ്ട്. മോശമല്ലാത്ത ലാഗിംഗ് ഉണ്ടെങ്കിലും പശ്ചാത്തലം നല്ലതായതിനാൽ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ് അവരുടെ രാവുകൾ. ഈ ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 6. പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ.